സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് എന്തൊക്കെയോ കുറച്ച് കൂടുതലുള്ളത് കൊണ്ടല്ലേ ഈ ചിത്രത്തിൽ കാണുന്ന ആളെ സൂപ്പർമാൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് ചെറിയ ആളായാലും വലിയ ആളായാലും നമ്മളൊക്കെ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പറയും എന്താണ് ഇത് സൂപ്പർമാൻ ആണ്. അപ്പം അതേപോലെ തന്നെയാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെയാണ് എന്ത് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സാധാരണ കണ്ടക്ടർ എന്താണെന്നുള്ളത് നമുക്കറിയാം. സപ്പോസ് ഇതാണ് എ ബി എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്തിലുള്ള ഈ ഒരു വയറാണ് നമ്മളെ കണ്ടക്ടർ എന്ന് വിചാരിക്കുക. അവിടെ കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. ഐ എന്ന് പറയുന്ന കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. ഐ എന്ന് പറയുന്ന കറണ്ട് ഈ ഡയറക്ഷനിൽ പോകുമ്പം ഇലക്ട്രോൺ എന്തായിരിക്കും ഈ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. അങ്ങനെ അവിടെ എന്തുണ്ടാവും ഈ ഇലക്ട്രോൺസും ഈ കണ്ടക്ടറിന്റെ ഉള്ളിലുള്ള കുറച്ച് ആറ്റംസും കൊളൈഡ് ചെയ്യും. അതായത് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഇവിടെ എന്തുണ്ടാവും ഹീറ്റിന്റെ ഫോമിൽ കുറച്ച് എനർജി നഷ്ടപ്പെടും. അതായത് ഗിവിങ് ഓഫ് ദ എനർജി ഇൻ ദ ഫോം ഓഫ് ടെമ്പറേച്ചർ. അതായത് വി ഈക്വൽ ടു ഐ ആർ. ഈ കണ്ടക്ടറിലൂടെ ഐ എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യുമ്പം റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പം ടെമ്പറേച്ചർ കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പം ടെമ്പറേച്ചർ കൂടും. അങ്ങനെ ഈ സാധാരണ കണ്ടക്ടറിൽ എ ബി എന്ന് പറയുന്ന ഈ സാധാരണ കണ്ടക്ടറിൽ എത്രത്തോളം കറണ്ട് പാസ് ചെയ്യാം എന്നുള്ളതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പം ഈ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ മറികടക്കാൻ, അതായത് നമുക്ക് എക്സസ് എമൗണ്ട് ഓഫ് കറണ്ട് കടത്തി വിടണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടി വരും. ടെമ്പറേച്ചർ കുറയാന്ന് പറയുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് കുറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കണ്ടക്ടർ നമുക്ക് വേണം. അങ്ങനെയുള്ള ഒരു കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഈ സൂപ്പർ കണ്ടക്ടർ നമുക്ക് മുന്നിൽ എത്തിച്ചു തന്ന ആളാണ് ആര്?